മുഖ്യമന്ത്രി ആയതിനു ശേഷം വി.ഡി. സതീശൻ അദ്ദേഹം ആദ്യമായിട്ട് ഡൽഹിയിലെത്തി. കേരള ഹൗസിൽ ഇന്നലെ വൻ സ്വീകരണമാണ് മുഖ്യമന്ത്രി കിട്ടിയത്. വി.ഡി. സോണിയ കൂടിക്കാഴ്ച രാവിലെ 11 മണിക്കാണ് നടക്കുക. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒപ്പമുണ്ടാകും. അതേസമയം പ്രധാനമന്ത്രിയെ കാണുന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല. ശരത്ലാൽ വിവരങ്ങളുമായി നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ തന്നെ രണ്ടാഴ്ചയ്ക്ക് മുൻപ് വരെ വി.ഡി. സതീശൻ ഡൽഹിയിലെത്തിയത് മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തി. വലിയ സ്വീകരണമൊക്കെ കിട്ടി. അപ്പോൾ ഇന്നത്തെ ചർച്ച അത് ഈ ഔദ്യോഗികമായിട്ടും AICC അതല്ലെങ്കിൽ ഹൈക്കമാൻഡ് അംഗങ്ങൾക്കൊക്കെയും നന്ദി പറയുക അത് മാത്രമാണോ, അതോ KPCC അധ്യക്ഷനായിട്ട് ആരെ തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ഇവിടെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ആളുകൾ വി.ഡി. സതീശനിൽ നിന്ന് ഇന്നൊരു നിലപാട് തേടൽ ഉണ്ടാകുമോ? അതിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? ഇന്ന് കാണാനുള്ള സാധ്യതയുണ്ടോ ശരത്ത്? ഗുഡ് മോർണിംഗ് സുധലക്ഷ്മി. പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ചയുമായിട്ട് എപ്പോൾ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അദ്ദേഹത്തിന് ഇന്നലെ രാത്രി വരെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചോളം ഒരു അനിശ്ചിതത്വമുണ്ട്. സ്വാഭാവികമായിട്ടും അടുത്ത തവണ, അതായത് ഈ തവണയിൽ അടുത്ത തവണ കൂടിക്കാഴ്ചക്ക് വരാമെന്നുള്ള രീതിയിലാണ് വി.ഡി. സതീശൻ്റെ നിലപാട്. എന്നാൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുമായിട്ടാണ് വി.ഡി. സതീശൻ്റെ കൂടിക്കാഴ്ച. തികച്ചും രാഷ്ട്രീയപരമാണ്. കാരണം 10-ാം നമ്പർ ജനപഥിൽ രാവിലെ 11 മണിക്കാണ് ഈ കൂടിക്കാഴ്ച. നമുക്കറിയാം, ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് സോണിയാഗാന്ധി കഴിഞ്ഞ ഒരു വർഷമായിട്ട് കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുവാദം നൽകാറില്ല, അല്ലെങ്കിൽ അവസരം നൽകാറില്ല. കഴിഞ്ഞ തവണ വി.ഡി. സതീശനും അതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷന്മാരും ഒക്കെ വന്നപ്പോൾ, രമേശ് ചെന്നിത്തലയൊക്കെ വന്നപ്പോൾ 10-ാം നമ്പർ ജനപഥിലാണ് ചർച്ചയെങ്കിലും രാഹുൽ ഗാന്ധിയെ മാത്രമാണ് കണ്ടത്. അതായത് സമയം തന്നെ ഇപ്പോൾ വി.ഡി. സതീശന് സന്ദർശന അനുമതി നൽകിയിരിക്കുകയാണ് സോണിയാഗാന്ധിയുമായിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഈ ഗാന്ധി കുടുംബം, കോൺഗ്രസിലെ ഒന്നാം കുടുംബം പൂർണ്ണമായിട്ട് തന്നെ സോണിയാഗാന്ധിയും അതേപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന ഗാന്ധി കുടുംബം ഒന്നായി തന്നെ വി.ഡി. സതീശന് പിന്തുണ നൽകുന്നു എന്നൊരു സൂചന കൂടിയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച. അത്തരത്തിൽ തന്നെ നമ്മൾക്ക് ഈ കൂടിക്കാഴ്ചയെ ശ്രീലക്ഷ്മി വിലയിരുത്തേണ്ടതുണ്ട്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ ഇടപെടലാണ് അവസാന നിമിഷം കേരളത്തിലെ 13ാം മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശനെ നിശ്ചയിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതൊരു നന്ദി പറയലെ ഉപരി സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും സോണിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്താണ് വി.ഡി. സതീശൻ പ്രതികരിക്കുന്നത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഏതായാലും വി.ഡി. സതീശനെ സംബന്ധിച്ചോളം വളരെ വലിയൊരു അംഗീകാരമാണ് ഇന്ന് കോൺഗ്രസ് അധ്യക്ഷ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച. അതിൽ ഇനി നമുക്കറിയേണ്ടത് KC വേണുഗോപാലും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച സമയം ഔദ്യോഗികമായി ലഭിച്ചാൽ നമ്മൾ അത് പ്രേക്ഷകരോട് അപ്പോൾ എത്തിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ അത്തരമൊരു സമയത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ശ്രീലക്ഷ്മി.